ഗൈസ്, അപ്പോൾ ദാവങ്കരയിൽ നിന്ന് നമ്മൾ മംഗലാപുരം വഴി പോകുന്ന വ്യൂ ആണ് ഇനി കാണാൻ പോകുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ വാട്ടർഫാളോ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. മഞ്ഞും പോലത്തെ സംഭവങ്ങളൊക്കെ അതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതെല്ലാം കണ്ടാലോ. ഈ മലയോര പ്രദേശത്തു നിന്നായിരിക്കും നമ്മളിങ്ങനെ ഇറങ്ങി പോകുന്നത്. അപ്പോൾ വെൽക്കം ടു എറ്റ് അനദർ വീഡിയോ. അപ്പോൾ ഇനി മലയോര പ്രദേശങ്ങളും മലകളും വാട്ടർഫാളും എല്ലാം നിങ്ങൾ കാണാൻ റെഡി ആയിക്കോ. ഇതുപോലെ ഇടയ്ക്കൊക്കെ ട്രെയിൻ അവിടെ ഇവിടെ നിർത്തും. ദാ കാണുന്ന മഞ്ഞ് കണ്ടോ ഗൈസ്? ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്നേ അറിയില്ല. അടിയിലെ കൂടെ വെള്ളം പോകുന്നതും, കാരണം അത്രയും താഴ്ചയാണ്. നമ്മൾ എന്താ പറയേണ്ടതെന്നൊന്നും തിരിയില്ല, കാരണം അത്രയും താഴ്ചയിൽ നിന്ന് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഈ ഇടയിലൂടെ ട്രാവൽ ചെയ്യാൻ, എന്നോടൊപ്പം ട്രാവൽ ചെയ്യാൻ നിങ്ങൾ റെഡി ആയിക്കോളൂ. കാരണം ഈ വരുന്നത് ഒരു ഗുഹ പോലെയാണ്, ടണൽ. ഇതുവഴിയായിരിക്കും പോകുന്നത്. ഇതുവഴി വരുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു. പോകുമ്പോഴും ഇതുവഴി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആ കറുപ്പിന്ന് വെളിച്ചം ഇങ്ങനെ വരുമ്പോൾ എന്താ രസം. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് വാട്ടർഫാളും ഇതുപോലത്തെ വെള്ളം മഞ്ഞും, ആഹാ അന്തസ്സും എന്നൊക്കെ തോന്നും. അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഇതുപോലത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട്. ഈ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നതാണ് ഇതിൽ കാണാൻ ഏറ്റവും ഹൈലൈറ്റും ഭംഗിയെന്ന് പറയുന്നത്. അവിടെ മേലെയൊക്കെ കണ്ടോ, ഫുള്ള് മഞ്ഞ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുക വെള്ളം പോലെ. എന്ത് രസാ. 60-ൽ കൂടുതൽ ടണൽ ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു 120 അങ്ങനെ സംതിങ് ആണ്. എത്ര കണക്ക് എനിക്കറിയില്ല കൃത്യമായിട്ട്. പക്ഷെ എനിക്ക് അത്രത്തോളം ടണൽസ് ഉണ്ട്. കാരണം ഒരു ട്രെയിൻ വരുമ്പോൾ ആ ട്രെയിൻ സ്റ്റോപ്പായിട്ട് അടുത്ത ട്രെയിനിന് പോകാൻ വഴി കൊടുക്കും. അതുകൊണ്ട് ഇടക്കിടക്ക് സ്റ്റോപ്പ് ഉണ്ടാവും. അത് നമ്മൾ ഇറങ്ങി ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കണേ, അങ്ങനെയും ചെയ്യാം. അത് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ എടുത്ത് തരുന്ന സ്റ്റോപ്പല്ല എന്നാലും. അപ്പോൾ ഇതിലൂടെയൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലോണം മഞ്ഞാണ്, ഫുൾ ഫോഗി ആയിട്ടുണ്ടാവും. നല്ല രസമാണ് കാണാനായിട്ട്. ടണൽ വഴിയാണ് പോകുന്നത്. പിന്നെ മഴ ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ മല ഒരു വഴി ആയിട്ടാണല്ലോ വളഞ്ഞും പൊളഞ്ഞൊക്കെ പോകുന്നത്. നല്ല രസമാണ്. ഇതൊരു അസാധ്യ ട്രെയിൻ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് പോകാൻ പറ്റി എന്തായാലും പോകണം. ബജിപ്പൂർ ആ സൈഡെങ്ങാണ്ടും പോകുന്നതാണ്. മംഗലാപുരത്ത് നിന്ന് ഈ ഒരു ട്രെയിനേ ഉള്ളൂ ദാവങ്കരയ്ക്ക് പോകാനായിട്ട്. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ റോഡൊക്കെ കാണാൻ പറ്റും. മറ്റേ മലയുടെ മേളിലൊക്കെയുള്ള നല്ല രസമാണ്. അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ കാണുന്നതൊക്കെ എന്തോ ടൗൺ സിറ്റി വീട് പോലെയാണ്. ഞാൻ സൂം ഇവിടുന്ന് ശ്രദ്ധിച്ചു നോക്കി നമുക്ക് വഴിയും റോഡും ഒക്കെ കാണാൻ പറ്റും. കാരണം മഴ പെയ്ത് ചളിയായ ഏതൊരു നദിയൊക്കെ എനിക്ക് വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കണ്ടാൽ, ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയും മലയുടെ ഹൈറ്റിൽ നിന്നായതുകൊണ്ട് ഇതൊരു കൊക്ക പോലെയാണ്. താഴ്ചയും നമ്മൾ താഴെ വീഴുന്ന പോലെയൊക്കെ പേടി തോന്നും. പക്ഷേങ്കിൽ ഈ ഒരു ട്രെയിൻ എക്സ്പീരിയൻസ് അസാധ്യമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പുഴയൊക്കെ. അപ്പോൾ നമ്മൾ കുറേ എക്സ്പ്ലോർ ചെയ്തു. ഇവിടെ എനിക്ക് സ്ഥലം കിട്ടി. ഞാനങ്ങനെ എന്താ പറയുക, കുറേ മണിക്കൂറുകളിൽ നിന്ന് കഷ്ടപ്പെട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ട്രാവൽ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ കാണുന്നതായിരിക്കും. ബൈ ബൈ, സീ യു, ടാറ്റ ഗൈസ്.